ചട്ടം ലംഘിച്ച് കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിച്ച വിഷയത്തിൽ വൈസ് ചാൻസലർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി. ഇടത് സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഹർജിയിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സാലി മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാലി, ഇതാ VC-യുടെ ചട്ടവിരുദ്ധ നടപടി ഹൈക്കോടതി ചോദ്യം ചെയ്യുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അക്ഷയ്, അതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയുടെ താൽക്കാലിക VC ഹൈക്കോടതിയിലെ സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അഭിഭാഷകയായിരുന്ന അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ വിമർശനത്തിൻ്റെയാക്കിയ ഒരു സംഭവമാണിത്. കാരണം സിൻഡിക്കേറ്റ് തീരുമാനത്തിലൂടെ മാത്രമേ സ്റ്റാൻഡിംഗ് കൗൺസിലിന് സർവകലാശാലകളിലെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് മാറ്റാൻ കഴിയൂ. അതാണ് സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് സർവകലാശാല നിയമം അനുസരിച്ച് അതേ കഴിയൂ. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് സിൻഡിക്കേറ്റിൻ്റെ എല്ലാ അധികാരാവകാശങ്ങളും മറികടന്നുകൊണ്ട് താൽക്കാലിക VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. സ്വാഭാവികമായും പുറത്ത് വിമർശനം ഉയർന്നു. ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ TR മനോജ് ഹൈക്കോടതിയെ സമീപിച്ചു. അതിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം, നിയമവിരുദ്ധമായാണ് ഇങ്ങനൊരു നിയമനം നടന്നിരിക്കുന്നത്. സർവകലാശാല ആക്റ്റും സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് സിൻഡിക്കേറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ആണെങ്കിലും ലീഗൽ ഓഫീസറെ ആണെങ്കിലും നിയമിക്കാൻ കഴിയൂ. ആ സാഹചര്യത്തിൽ മോഹനൻ കുന്നുമ്മലിൻ്റെ നടപടി തടയണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ആ ഹർജി ഇന്ന് കോടതിയിലെത്തി. ഇന്നലെയാണ് സമർപ്പിച്ചത്. അല്പം മുമ്പ് കോടതി പരിഗണിച്ചതിന് ശേഷം എതിർകക്ഷിയായ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് താൽക്കാലിക VC-ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൽ വിശദമായി വാദം കേൾക്കാൻ തന്നെയാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലറെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാണ്. കാരണം ഇത് കോടതി കയറും എന്നുറപ്പുള്ളൊരു വിഷയമായിരുന്നു. എങ്കിലും സംഘപരിവാർ താൽപ്പര്യത്തിനനുസൃതമായി സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു നടപടി മോഹനൻ കുന്നുമ്മൽ സ്വീകരിച്ചത്. അതിനൊരു തിരിച്ചടി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. ഹർജി ഫയലിൽ സ്വീകരിക്കുകയും മോഹനൻ കുന്നുമ്മൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് മോഹനൻ കുന്നുമ്മൽ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു നിലപാടെടുത്തു എന്ന് വിശദീകരിക്കേണ്ടി വരും. അപ്പോഴൊരു പ്രശ്നം, സർവകലാശാല നിയമം അനുസരിച്ച് അങ്ങനെ നിയമിക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതെങ്ങനെ അദ്ദേഹം വിശദീകരിക്കും കോടതി മുമ്പാകെ എന്നുള്ളൊരു വിഷയമുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് എന്നത്തേക്കാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ ഓപ്പൺ കോർട്ടിൽ പറഞ്ഞിട്ടില്ല. വൈകിട്ടത്തോടെ അറിയാൻ കഴിയും. അപ്പോൾ ഇനി കേസെടുക്കുമ്പോൾ മോഹനൻ കുന്നുമ്മലിൻ്റെ വിശദീകരണം കോടതി കേൾക്കും. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കോടതിക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമപരമായ സാഹചര്യം. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.